ഫിറ്റ് ഫൈറ്റേഴ്സിനോട് എൻ്റെ ഫിറ്റ്നസ് ജേണിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം യു പീപ്പിൾ നോ മീ ലൈക്ക് ഹൗ ഐ ലുക്ക്. ഇപ്പോഴും ഹൗ ഐ ലുക്ക് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തത അറിയാം അല്ലേ? ഞാൻ തുടങ്ങിയത് ഏത് സമയത്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എങ്ങനെയത് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓർ യു ക്യാൻ വിസിറ്റ് ഇതിൽ കുറേ കുറേ കോമഡി വീഡിയോസ് ഉണ്ട്, കുറേ അലമ്പ് ക്ലീഷേ വീഡിയോസ് ഉണ്ട്, കണ്ടാൽ മതി. കണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറയാം. സോ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാവ്, ഓർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് റിഗാർഡിങ് ഫിറ്റ്നസ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹാവിൻ അറ്റൈൻഡ് ഓർ ഐ ഹാവിൻ അച്ചീവ്ഡ് എനി സിക്സ് പാക്കോ ഓർ മസിൽസ് ഓർ സംതിങ് ലൈക്ക് അങ്ങനെയൊന്നും നമ്മൾ അച്ചീവ് ചെയ്തിട്ടൊന്നുമില്ല. ഡയറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ഓർ കംപ്ലീറ്റ്ലി ഡൗൺ. ഡയറ്റൊന്നും അത്ര പ്രോപ്പറല്ല. സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ ഉള്ളതുണ്ട് ടു മീ. റിഗാർഡിങ് എൻ്റെ ഒരു വേർഷൻ ഇതിലുണ്ട്. സോ ആ വേർഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് അനദർ 4 minutes, സോ യു ഹാവ് ടു ബെയർ വിത്ത് മീ. ഓക്കെ, പോയിന്റ് നമ്പർ 1. നമ്മൾ ആരും ഒന്നും വലുതായി പഠിച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത്. മേ ബി ഇറ്റ് ഈസ് ഡ്രൈവിങ് ഓർ കാൽക്കുലേറ്റിംഗ് ഓർ റൈറ്റിംഗ് ഓർ എനിത്തിങ്, ടേക്ക് എനിത്തിങ്. നമ്മളൊന്നും വ്യക്തമായി പഠിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടാണ് പഠിക്കുകയാണ്. അതുപോലെ തന്നെ ജിമ്മോ, നമ്മൾ ചെയ്തത് പഠിക്കുകയുള്ളൂ. ഒരു പോയിന്റിൽ നമുക്കത് വൃത്തിയായിട്ട് മനസ്സിലാവും. ആ പോയിന്റ് എത്തണ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യും. ഓഫ് കോഴ്സ് ഫെയിലിയേഴ്സ് വിൽ ബി ദെയർ. നിങ്ങൾക്ക് തോന്നും 1 മാസം പോയിട്ട് പിന്നെ ആഞ്ഞി പോകണ്ട, നല്ല പെയിനാണ്. നിങ്ങൾക്ക് തോന്നും 1 മാസം പോയിട്ട് ഇനി 1 മാസം ഇങ്ങനെ വേണ്ട. നിങ്ങൾക്ക് തോന്നും ഒപ്പം ഒരാളുമില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ദൈവമേ, ഒക്കെ തോന്നും. ബട്ട് യു വിൽ ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ആൻഡ് ദാറ്റ് വിൽ ബി എ റിവാർഡിങ് തിങ്. ഒരു പുസ്തകമുണ്ട്, ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ജെയിംസ് ക്ലിയറിൻ്റെ പുസ്തകമാണ്, വേണമെങ്കിൽ ഇന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ഹാബിറ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ആ ഹാബിറ്റിൽ ഒരു റിവാർഡിങ് പോയിൻ്റ് ഉണ്ടാവും. ആ റിവാർഡിങ് പോയിൻ്റ് വെച്ചിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലവ് ടു ഡ്രിങ്ക് കോഫി, ഡ്രിങ്കിങ് കോഫി ഈസ് എ റിവാർഡിങ് തിങ്. നിങ്ങളെ ബ്രെയിൻ അങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ട് എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഒരു റിവാർഡിങ് തിങ് ആണ്. കാലത്ത് പത്രം വായിക്കുന്നത് നിങ്ങൾക്കൊരു റിവാർഡിങ് ഫീലാണ് കിട്ടുന്നത്. അതുപോലെ മദ്യപിക്കുന്നത് നിങ്ങൾക്കൊരു റിവാർഡിങ് ഫീലാണ് കിട്ടുന്നത്. വാട്ട് എവർ യു ഡു, ഇഫ് യു ലവ് ടു ഡു ഇറ്റ്, ഇറ്റ് ഈസ് എ റിവാർഡിങ് തിങ്. ഇറ്റ് ഗിവ്സ് യു എ റിവാർഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. മേ ബി എന്ത് മോഡെന്ന് പറയാം, അത് വിട്ടേക്ക്. പറഞ്ഞു വന്നത്, അതുപോലത്തെ ഒരു റിവാർഡിങ് തിങ് ആയിട്ട് നിങ്ങൾക്ക് ഗോയിങ് ടു ജിം ഓർ ഡൂയിങ് സം വർക്കൗട്ട് വിൽ മാറും. മനസ്സിലായോ? അത്തരത്തിൽ മാറുന്നത് വരെ യു ഹാവ് ടു വെയിറ്റ്. അത് മാറുന്നത് ചിലപ്പോൾ ഇന്നോ നാളെയോ മാറണമെന്നില്ല. നിങ്ങളൊന്ന് പോയി ഇന്ന് തന്നെ മാറണമെന്നില്ല, 1 മാസം കഴിഞ്ഞ് മാറണമെന്നില്ല, 1 വർഷം കഴിഞ്ഞിട്ട് മാറണമെന്നില്ല. എനിക്കിതൊരു റിവാർഡിങ് പോയിൻ്റ് ആയപ്പോഴാണെന്നറിയോ, മൊത്തം ഓൾമോസ്റ്റ് ഒരു 18 മാസത്തോളം ഞാൻ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 9 മാസത്തോളമാണ് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയത്. എനിക്കിതൊരു റിവാർഡിങ് പോയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്തപ്പോഴാണെന്നറിയോ, റീസെൻ്റ്ലി ഒരു 1.5 മാസം മുമ്പാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. ഈ പറഞ്ഞ 18 മാസം ഞാൻ ജിമ്മിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു 1.5 months ബാക്ക്, 1.5 മാസം മുമ്പാണ് എനിക്കിത് റിവാർഡിങ് പോയിന്റിലേക്ക് എത്തിയത്. ഒരു റിവാർഡിങ് പോയിൻ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. വൺസ് യു ഗോട്ട് ദാറ്റ് പോയിന്റ്, ദെൻ ദ എൻറ്റയർ ജേർണി വിൽ ബി സക്സസ്ഫുൾ. മനസ്സിലാവുന്നുണ്ടോ? സോ അതാണ് അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്. ഫെയിലിയേഴ്സ് വിൽ ബി ദെയർ. You may feel deteriorated or you may feel distracted, you may feel down, you may feel stressed out, and everything will be there. But at one point, you'll definitely feel that this feels good. Your body will tell you that this pain is good. And ഒരു ക്ലീഷേ കോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരും, നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളത്. സോ
ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ജിം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വർക്കൗട്ട്. ഐ മീൻ, ഞാൻ ജിമ്മിനെ കുറിച്ചും പറയുന്നില്ല. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വർക്കൗട്ട്. ഇഫ് യു വാണ്ട് ടു ബി ഫിറ്റ്, യു ഹാവ് ടു ബി ഫിറ്റ്. യു ഹാവ് ടു, എങ്ങനെയത് പറയുക, നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫിറ്റായിട്ടിരിക്കണം. നിങ്ങൾ ഫിറ്റായിട്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇത് രണ്ടും കോറിലേറ്റഡാണ്. അതുമാത്രം മനസ്സിലാക്കി വയ്ക്കുക. സോ ഗൈസ്, ഫിറ്റ് ഫൈറ്റേഴ്സ് ആർ ഫിറ്റ് ഫൈറ്റേഴ്സ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം, എവറി പോയിൻ്റ് ഓഫ് ടൈം. നിങ്ങൾ ഇന്ന് തുടങ്ങുകയാണെങ്കിലും നാളെ തുടങ്ങുകയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും ശരി, ഒരു വർഷം മുമ്പ് തുടങ്ങിയാലും ശരി, you are actually a fit fighter. Please understand that and see you soon.